ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 194 ദിവസം. തോബിയാസിൻ്റെ സഹയാത്രികൻ. ഇന്നേ ദിവസം നമ്മൾ ഏശയ്യായുടെ പുസ്തകം 5-6 അധ്യായങ്ങൾ, തോബിത്തിൻ്റെ പുസ്തകം 5-6 അധ്യായങ്ങൾ, സുഭാഷിതങ്ങളുടെ പുസ്തകം 10 അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുന്നു. കൃഷിക്കാരൻ നിർമ്മിച്ച വിശിഷ്ടമായ മുന്തിരിത്തോപ്പിനോട് ദൈവം ഇസ്രായേലിനെ ഉപമിക്കുന്നതും കാട്ടുമുന്തിരി പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ദൈവം മുന്തിരിത്തോപ്പിനോട് ചെയ്യാൻ പോകുന്നത് എന്തെന്നും ഇസ്രായേലിനെ ഭരിക്കുന്നത് ഉസിയ രാജാവല്ല ദൈവമാണെന്നും ഏശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. തോബിയാസ് റഫായേലിൻ്റെ സഹായത്തോടെ സാറായെ വിവാഹം ചെയ്യുന്നതും തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. തകർച്ചയും ദുഃഖങ്ങളും വേദനകളും വരുന്നതുവരെ ദൈവിക സന്ദേശങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കരുത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഏശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ്. തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രിയൻ്റെ ഗാനം എൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ഞാൻ ആലപിക്കട്ടെ. ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടി നട്ടു. അവൻ അതിനു മധ്യേ ഒരു ഗോപുരം പണിതു, അതിലൊരു മുന്തിരിച്ചക്ക് കുഴിച്ചുണ്ടാക്കുകയും ചെയ്തു. അത് മുന്തിരിപ്പഴങ്ങൾ നൽകാൻ അവൻ കാത്തിരുന്നു. എന്നാൽ അത് നൽകിയത് കാട്ടുമുന്തിരിപ്പഴങ്ങളാണ്. ജെറുസലേം നിവാസികളെ, യൂദായിലെ മനുഷ്യരെ, എൻ്റെയും എൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെയും മധ്യേ നിങ്ങൾ തന്നെ ഇപ്പോൾ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോപ്പിനു വേണ്ടി ഞാൻ ഇനിയും എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? എന്താണ് ഞാൻ അതിനു വേണ്ടി ചെയ്യാത്തത്? അത് നല്ല മുന്തിരി നൽകാൻ ഞാൻ കാത്തിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം നൽകിയത്? എൻ്റെ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാം. നാശത്തിന് വിധേയമാകാൻ അതിൻ്റെ വേലി ഞാൻ പൊളിച്ചു കളയും. ചവിട്ടി മെതിക്കപ്പെടാൻ അതിൻ്റെ മതിൽ ഇടിച്ചു തകർക്കും. ഞാൻ അതിനെ തരിശാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ഇല്ല. അവിടെ മുന്തിരിച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ കാർമേഘങ്ങളോട് കൽപ്പിക്കും. എന്തെന്നാൽ ഇസ്രായേൽ ഭവനമാണ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം. യൂദായിലെ മനുഷ്യരാണ് അവന് ആനന്ദകരമായ കൃഷി. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു, എന്നാൽ ഇതാ രക്തച്ചൊരിച്ചിൽ. ധർമ്മനിഷ്ഠയ്ക്ക് വേണ്ടി കാത്തിരുന്നു, എന്നാൽ ഇതാ മുറവിളി. അധർമ്മികൾക്ക് ദുരിതം. ഇനി ഇടമേ ഇല്ലാത്ത വിധം വീടോട് വീടും വയലോട് വയലും ചേർത്ത് ദേശത്തിന് മധ്യേ തനിച്ചു വസിക്കുന്ന നിങ്ങൾക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ ചെവികളിൽ പറഞ്ഞു, അനേകം മന്ദിരങ്ങൾ പാഴാകും, വലുതും മനോഹരവുമായവ നിവാസികളില്ലാതെയാകും. എന്തെന്നാൽ 10 ഏക്കർ മുന്തിരിത്തോട്ടം 1 ബത്ത് വീഞ്ഞേ നൽകൂ, 1 ഹോമർ വിത്ത് 1 എഫ ധാന്യമേ പുറപ്പെടുവിക്കൂ. ലഹരി പാനീയങ്ങൾ തേടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞ് തങ്ങളെ ഉന്മത്തരാക്കാനായി സായാഹ്നം വരെ കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തി നോക്കുകയോ അവിടുത്തെ കരവേലകൾ കാണുകയോ ചെയ്യുന്നില്ല. അജ്ഞത നിമിത്തം എൻ്റെ ജനം അടിമത്തത്തിലേക്ക് നീങ്ങി. അതിൻ്റെ പ്രഭുക്കന്മാർ ദുർഭിക്ഷരും ജനക്കൂട്ടം ദാഹിച്ചു വരണ്ടവരുമാണ്. അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി ഉയർന്നിരിക്കുന്നു. അത് സീമാതീതമായി തൻ്റെ വായി പിളർന്നിരിക്കുന്നു. അവളുടെ മഹിമയും ആരവവും അട്ടഹാസവും താഴേക്ക് പോകും. അവളിൽ ആനന്ദിക്കുന്നവരും. മനുഷ്യൻ താഴ്ത്തപ്പെട്ടു, മർത്യൻ അവമാനിതനായി.
അഹങ്കാരികളുടെ നയനങ്ങൾ താണു. സൈന്യങ്ങളുടെ കർത്താവ് ന്യായവിധിയിൽ ഉയർന്നു നിൽക്കുന്നു. പരിശുദ്ധനായ ദൈവം നീതിയിൽ തന്നെ വ്യതിരിക്തനാക്കുന്നു. അപ്പോൾ കുഞ്ഞാടുകൾ തങ്ങളുടെ മേച്ചിൽപ്പുറത്ത് മേഞ്ഞു നടക്കും. കൊഴുത്തവയുടെ ശൂന്യദേശങ്ങൾ പരദേശികൾ അനുഭവിക്കും. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും കെട്ടിവലിക്കുന്നവർക്ക് ദുരിതം. നമ്മൾ കാണുന്നതിനു വേണ്ടി അവിടുന്ന് തൻ്റെ പ്രവൃത്തി വേഗമാക്കട്ടെ, ത്വരിതപ്പെടുത്തട്ടെ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ പദ്ധതി ആസന്നമാകട്ടെ. അത് നമുക്ക് അറിയാമല്ലോ എന്ന് അവർ പറയുന്നു. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവർക്കും അന്ധകാരത്തെ പ്രകാശമായും പ്രകാശത്തെ അന്ധകാരമായും പരിഗണിക്കുന്നവർക്കും കയ്പിനെ മധുരമായും മധുരത്തെ കയ്പായും കരുതുന്നവർക്കും ദുരിതം. തങ്ങളുടെ തന്നെ ദൃഷ്ടികളിൽ ജ്ഞാനികളും തങ്ങളുടെ തന്നെ മുമ്പിൽ വിവേകികളുമായവർക്ക് ദുരിതം. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് ദുരിതം. അവർ കൈക്കൂലിക്ക് വേണ്ടി ദുഷ്ടനെ കുറ്റവിമുക്തനാക്കുകയും നീതിമാന്മാരുടെ നീതി അവരിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യുന്നു. അതിനാൽ തീനാളം പതിര് വിഴുങ്ങുന്നത് പോലെ, അഗ്നിജ്വാല പതിര് ദഹിപ്പിക്കുന്നത് പോലെ ആയിത്തീരും അവരുടെ വേരുകൾ. അവരുടെ മുകുളങ്ങൾ പൊടി പോലെ പറന്നുപോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. അതിനാൽ തൻ്റെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. തൻ്റെ കരം അവരുടെ മേൽ നീട്ടി അവിടുന്ന് അവരെ പ്രഹരിച്ചു. പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. അവരുടെ മൃതശരീരങ്ങൾ തെരുവീഥികളിൽ കുപ്പ പോലെ കിടന്നു. എന്നിട്ടും അവിടുത്തെ കോപം പിന്തിരിഞ്ഞില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം ഉയർത്തും. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും. ഇതാ അതിവേഗം അവർ വരുന്നു. അവരിൽ ക്ഷീണിതനായി ആരുമില്ല, കാലിടറുന്നവനായി ആരുമില്ല. ഒരുവനും മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആരുടെയും അരക്കച്ച അയഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല. അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ്. അവരുടെ വില്ലുകളെല്ലാം കുലച്ചിരിക്കുന്നു. അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ല് പോലെ തോന്നിക്കുന്നു. അവരുടെ രഥചക്രങ്ങൾ കൊടുങ്കാറ്റ് പോലെയാണ്. അവരുടെ ഗർജനം സിംഹത്തിൻ്റേതുപോലെയാണ്. യുവസിംഹങ്ങളെപ്പോലെ അവർ അലറുന്നു. അവർ മുരളുകയും ഇരപിടിച്ച് അധീനമാക്കുകയും ചെയ്യുന്നു. രക്ഷകനായി ഒരുവനുമില്ല. അന്ന് അതിനെക്കുറിച്ച് കടലിൻ്റെ ഇരമ്പൽ പോലെ അവർ മുരളും. ദേശത്തേക്ക് നോക്കിയാൽ ഇതാ അവിടെ കടുത്ത അന്ധകാരമായിരിക്കും. മേഘങ്ങളാൽ പ്രകാശം ഇരുട്ടാകും. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം. യെശയ്യായുടെ ദൗത്യം. ഉസിയ രാജാവ് മരിച്ച വർഷം നാഥാൻ ഉന്നതവും ഉയർത്തപ്പെട്ടതുമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ആലയത്തിൽ നിറഞ്ഞു നിന്നു. അവിടുത്തേക്ക് മുകളിലായി സെറാഫുകൾ നിന്നിരുന്നു. ഓരോന്നിനും 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. ഓരോന്നും 2 ചിറകുകൾ കൊണ്ട് തൻ്റെ മുഖം മറച്ചിരുന്നു. 2 എണ്ണം കൊണ്ട് തൻ്റെ പാദങ്ങൾ മറച്ചിരുന്നു. മറ്റ് 2 എണ്ണം കൊണ്ട് പറന്നിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. പ്രഘോഷിക്കുന്നവൻ്റെ ശബ്ദത്താൽ വാതിൽപ്പടികൾ ഇളകുകയും ആലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, കാരണം ഞാൻ തകർന്നിരിക്കുന്നു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ള ജനത്തിനു മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ആ സെറാഫുകളിലൊന്ന് തൻ്റെ കയ്യിൽ ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇത് നിൻ്റെ അധരങ്ങളിൽ സ്പർശിച്ചിരിക്കുന്നു. നിൻ്റെ കുറ്റം നീക്കപ്പെടും, നിൻ്റെ പാപം ക്ഷമിക്കപ്പെടും. അനന്തരം നാഥാൻ്റെ ശബ്ദം മുഴങ്ങുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുൾ ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും, ഗ്രഹിക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, മനസ്സിലാക്കുകയില്ല. തങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട്
തങ്ങളെ തന്നെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയത്തെ നീ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. ഞാൻ ചോദിച്ചു, എൻ്റെ കർത്താവേ, എന്നുവരെ? അവിടുന്ന് അരുൾ ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെ നശിക്കുകയും ഭവനങ്ങൾ മനുഷ്യനില്ലാതാവുകയും ദേശം തകർന്ന് നാശമാവുകയും ചെയ്യുന്നതുവരെ. കർത്താവ് മനുഷ്യനെ വിദൂരത്തേക്ക് അയക്കുകയും ദേശമധ്യേ പരിത്യക്താവസ്ഥ വർദ്ധിക്കുകയും ചെയ്യും. അതിൽ പത്തിലൊന്നെങ്കിലും അവശേഷിച്ചാൽ അത് അഗ്നിക്കിരയാകും. ടർപ്പൻ്റെയിൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അവയുടെ കുറ്റി ശേഷിക്കുന്നത് പോലെ അത് അവശേഷിക്കും. അതിൻ്റെ കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കും. തോബിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം. തോബിയാസ് മറുപടിയായി അവനോട് പറഞ്ഞു, പിതാവേ, നീ എന്നോട് കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് എനിക്ക് പണം ലഭിക്കാൻ പോകുന്നത്? അവൻ എൻ്റെ കയ്യിൽ അവൻ്റെ കയ്യിൽ കൈമാറ്റരേഖ കൊടുത്തുകൊണ്ട് അവനോട് പറഞ്ഞു, നിന്നോടുകൂടെ പോരാൻ നീ തന്നെ ഒരാളെ കണ്ടുപിടിക്കുക. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ അവന് കൂലി കൊടുത്തുകൊള്ളാം. നീ പോയി ആ പണം വാങ്ങുക. ഒരാളെ അന്വേഷിക്കാൻ അവൻ പുറത്തേക്ക് പോയി. അവൻ റഫായേലിനെ കണ്ടുമുട്ടി. അയാളൊരു മാലാഖിയായിരുന്നു. എന്നാൽ അവന് അത് മനസ്സിലായില്ല. അവൻ അയാളോട് ചോദിച്ചു, മേദിയയിലെ റാഗസിലേക്ക് നിനക്ക് എൻ്റെ കൂടെ പോരാൻ സാധിക്കുമോ? നിനക്ക് ആ സ്ഥലങ്ങൾ പരിചയമുണ്ടോ? മാലാഖ അവനോട് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ വരാം. എനിക്ക് വഴി നല്ല പരിചയമുണ്ട്. മാത്രമല്ല, നമ്മുടെ സഹോദരൻ ഗബായേലിനോടൊന്നിച്ച് ഞാൻ താമസിച്ചിട്ടുമുണ്ട്. തോബിയാസ് അയാളോട് പറഞ്ഞു, എനിക്കായി കാത്തു നിൽക്കൂ, ഞാൻ എൻ്റെ പിതാവിനോട് സംസാരിക്കട്ടെ. അയാൾ അവനോട് പറഞ്ഞു, പോകുക, എന്നാൽ താമസിക്കരുത്. അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു, ഇതാ എന്നോടുകൂടെ പോരാൻ ഒരുവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ പറഞ്ഞു, അയാളെ എൻ്റെ അടുത്തേക്ക് വിളിക്കൂ. അയാൾ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടുകൂടി പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ. അവൻ അയാളെ ക്ഷണിച്ചു. അയാൾ അകത്തേക്ക് ചെല്ലുകയും അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും ചെയ്തു. തോബിത്ത് അയാളോട് പറഞ്ഞു, സഹോദര, നീ ഏത് ഗോത്രത്തിൽ നിന്നും ദേശത്തിൽ നിന്നും ഉള്ളവനാണെന്ന് എന്നോട് പറയുക. അയാൾ അവനോട് പറഞ്ഞു, നീ ഗോത്രവും കുടുംബവുമാണോ അതോ നിൻ്റെ പുത്രനോടുകൂടെ പോകുന്നതിന് ഒരു കൂലിക്കാരനെയാണോ അന്വേഷിക്കുന്നത്? തോബിത്ത് അയാളോട് പറഞ്ഞു, സഹോദര, നിൻ്റെ ആളുകൾ ആരാണെന്നും നിൻ്റെ പേരെന്താണെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അയാൾ പറഞ്ഞു, നിൻ്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനനിയാസിൻ്റെ പുത്രൻ അസറിയാസ് ആണ് ഞാൻ. തോബിത്ത് അയാളോട് പറഞ്ഞു, സഹോദര, നീ ക്ഷേമത്തോടെ വന്നാലും നിൻ്റെ ഗോത്രവും കുടുംബവും അറിയാൻ ശ്രമിച്ചതിൽ എന്നോട് കോപിക്കരുതേ. നീ എൻ്റെ ബന്ധുവും നന്മയുള്ളതും ശ്രേഷ്ഠവുമായ കുടുംബത്തിൽ നിന്നുള്ളവനുമാണ്. എന്തെന്നാൽ ആരാധിക്കാനും കടിഞ്ഞൂലുകൾ, ഉൽപ്പന്നങ്ങളുടെ ദശാംശം എന്നിവ അർപ്പിക്കാനും ജെറുസലേമിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ഷെമയായിയുടെ പുത്രന്മാരായ അനനിയാസും യാഥാനും എനിക്ക് സുപരിചിതരായിരുന്നു. നമ്മുടെ ചാർച്ചക്കാരുടെ തിന്മയിൽ അവർ വഴുതി വീണിരുന്നില്ല. സഹോദര, നീ നല്ല വംശത്തിൽ നിന്നാണ്. എന്നാലും നീ എന്നോട് പറയുക, എന്തു വേതനമാണ് ഞാൻ നിനക്ക് തരേണ്ടത്? ദിനംപ്രതി ഓരോ ദ്രാക്മായും എൻ്റെ മകന് എന്നതുപോലെ നിനക്ക് ആവശ്യമായതും പോരെ. കൂടാതെ നിങ്ങൾ സസുഖം തിരിച്ചെത്തിയാൽ വേതനം ഞാൻ വർദ്ധിപ്പിക്കാം. അങ്ങനെ അവർക്ക് സന്തോഷമായി. അവൻ തോബിയാസിനോട് പറഞ്ഞു, യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ, നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ. അവൻ്റെ പുത്രൻ യാത്രയ്ക്ക് ആവശ്യമായവ തയ്യാറാക്കി. പിതാവ് അവനോട് പറഞ്ഞു, ഈ ആളോടുകൂടെ പൊയ്ക്കൊള്ളുക. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം നിങ്ങളുടെ മാർഗം ശുഭമാക്കും. അവിടുത്തെ മാലാഖ നിങ്ങളോടുകൂടി വരട്ടെ. ഇരുവരും പോകാനായി പുറത്തേക്കിറങ്ങി. ആ യുവാവിൻ്റെ നായയും അവരോടുകൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോബീത്തിനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് പറഞ്ഞയച്ചത്? നമുക്ക് മുമ്പേ ചരിച്ചിരുന്ന നമ്മുടെ കരത്തിലെ ഊന്നുവടിയായിരുന്നില്ലേ അവൻ? പണത്തോട് പണം ചേർത്ത് വെക്കേണ്ട. അത് നമ്മുടെ കുഞ്ഞിനേക്കാൾ വിലപ്പെട്ടതാകാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് ജീവിക്കാനായി കർത്താവിനാൽ നൽകപ്പെട്ടത് മതി നമുക്ക് നിലനിൽക്കാൻ. തോബിത്ത് അവളോട് പറഞ്ഞു, സഹോദരി, നീ അങ്ങനെ പറയരുത്. അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തും.
നിന്റെ കണ്ണുകൾ അവനെ കാണും. കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്ത് പോകും. അവൻ്റെ യാത്ര വിജയകരമായിരിക്കും. അവൻ സുഖമായി തിരിച്ചെത്തുകയും ചെയ്യും. അവൾ കരച്ചിൽ നിർത്തി. തോബിത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം. മത്സ്യം. അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി. അവിടെ താമസിച്ചു. യുവാവ് കുളിക്കാനിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം നദിയിൽ നിന്ന് മുകളിലേക്ക് ചാടി. അത് ആ യുവാവിനെ വിഴുങ്ങാനൊരുങ്ങി. മത്സ്യത്തെ പിടിക്കൂ എന്ന് മാലാഹ അവനോട് വിളിച്ചു പറഞ്ഞു. യുവാവ് ആ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു. മാലാഹ അവനോട് പറഞ്ഞു, മത്സ്യത്തെ വെട്ടിപ്പിളർന്ന് അതിൻ്റെ ചങ്കും കരളും കൈപ്പയും എടുത്ത് സുരക്ഷിതമായി വയ്ക്കുക. മാലാഹ അവനോട് പറഞ്ഞതുപോലെ യുവാവ് ചെയ്തു. അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു. അവർ യാത്ര തുടർന്ന് എക്ബത്താനായിക്ക് സമീപമെത്തി. യുവാവ് മാലാഹയോട് ചോദിച്ചു, സഹോദരനായ അസറിയാസ്, മത്സ്യത്തിൻ്റെ ചങ്കും കരളും കൈപ്പയും എന്തിനാണ്? അയാൾ അവനോട് പറഞ്ഞു, ഒരു ദുർഭൂതമോ അശുദ്ധാത്മാവോ ഒരാളെ ശല്യപ്പെടുത്തിയാൽ ആ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ മുമ്പിൽ ഇവ പുകയ്ക്കേണ്ടിയിരിക്കുന്നു. അയാൾ പിന്നീട് ഒരിക്കലും ശല്യം അനുഭവിക്കേണ്ടി വരികയില്ല. മാത്രമല്ല, വെളുത്ത പടലങ്ങളുള്ള കണ്ണുകളിൽ കയ്പ പുരട്ടിയാൽ ആൾ സുഖമാക്കപ്പെടും. വിവാഹാലോചന. അവർ എക്ബത്താനയ്ക്ക് സമീപമെത്തിയപ്പോൾ മാലാഹ ആ യുവാവിനോട് പറഞ്ഞു, സഹോദര, ഇന്ന് നമുക്ക് റഘുവേലിൻ്റെ പക്കൽ താമസിക്കാം. അവൻ നിൻ്റെ ബന്ധുവാണ്. അവനൊരു പുത്രിയേ ഉള്ളൂ. അവളുടെ പേര് സാറ എന്നാണ്. അവളെ നിനക്ക് ഭാര്യയായി നൽകത്തക്ക വിധം ഞാൻ അവനോട് അവളെക്കുറിച്ച് സംസാരിക്കാം. എന്തെന്നാൽ അവളുടെ അവകാശം നിനക്കുള്ളതാണ്. അവളുടെ വംശത്തിൽ നിന്നുള്ള ഏകയാൾ നീയാണ്. ആ യുവതി സുന്ദരിയും വിവേകമതിയുമാണ്. ഇപ്പോൾ നീ എന്നെ കേൾക്കുക. ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം. റാഗസിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ വിവാഹാഘോഷം നടത്താം. എന്തെന്നാൽ എനിക്ക് റഘുവേലിനെ അറിയാം. മോശയുടെ നിയമമനുസരിച്ച് അവളെ മറ്റൊരു പുരുഷന് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും. എന്തുകൊണ്ടെന്നാൽ മറ്റേത് പുരുഷനെയുംകാൾ അവളെ അവകാശമായി സ്വീകരിക്കുന്നതിന് യോഗ്യനായിരിക്കുന്നവൻ നീയാണ്. അപ്പോൾ ആ യുവാവ് മാലാഹയോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ് ആ പെൺകുട്ടിയെ 7 പേർക്ക് വിവാഹം ചെയ്ത് നൽകിയതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പിതാവിന് ഏക മകനാണ് ഞാൻ. മണവറയിൽ പ്രവേശിച്ചാൽ മുൻഗാമികളെപ്പോലെ ഞാനും മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഒരു ദുർഭൂതം അവളിൽ അനുരക്തനാണ്. അവളെ സമീപിക്കുന്നവരെ അല്ലാതെ മറ്റാരെയും അത് ഉപദ്രവിക്കാറില്ല. ആകയാൽ ഞാൻ മരിക്കുമെന്നും എന്നോടൊപ്പം എൻ്റെ പിതാവിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും ജീവൻ ദുഃഖത്തോടെ അവരുടെ കുഴിമാടത്തിലേക്ക് ഞാൻ നയിക്കുമെന്നും ഭയപ്പെടുന്നു. അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റൊരു പുത്രൻ അവർക്കില്ല. മാലാഹ അവനോട് പറഞ്ഞു, നിൻ്റെ വംശത്തിൽ നിന്ന് തന്നെ നീ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിൻ്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ള കാര്യം നീ ഓർക്കുന്നില്ലേ? സഹോദര, ഇപ്പോൾ എന്നെ ശ്രവിക്കുക. അവൾ നിൻ്റെ ഭാര്യയായിത്തീരും. ദുർബോധത്തെ പ്രതി നീ ആകുലനാകരുത്. എന്തെന്നാൽ ഈ രാത്രി തന്നെ അവൾ നിൻ്റെ ഭാര്യയായി നൽകപ്പെടും. നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ ധൂമത്തിനുള്ള കനലെടുത്ത് മത്സ്യത്തിൻ്റെ ചങ്കിൻ്റെയും കരളിൻ്റെയും ഭാഗം അതിന്മേൽ വയ്ക്കുകയും പുകയ്ക്കുകയും ചെയ്യുക. അതിൻ്റെ മണമേൽക്കുമ്പോൾ ദുർഭൂതം ഓടിയകലും. പിന്നീട് ഒരിക്കലും അത് തിരിച്ചു വരികയില്ല. നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. നീ പേടിക്കേണ്ട. എന്തെന്നാൽ അനാദി മുതലേ അവൾ നിനക്കായി ഒരുക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും. അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും. നിനക്ക് അവളിൽ നിന്ന് സന്തതികളുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോബിയാസ് ഇവ കേട്ടപ്പോൾ അവളിൽ അനുരക്തനായി. അവൻ്റെ ആത്മാവ് അവൾക്കായി തീവ്രമായി അഭിലഷിച്ചു. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം. സോളമൻ്റെ സുഭാഷിതങ്ങൾ. സോളമൻ്റെ സുഭാഷിതങ്ങൾ. ജ്ഞാനിയായ മകൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. ഭോഷനായ മകനാകട്ടെ അമ്മയുടെ ദുഃഖമാണ്. തിന്മയുടെ ഭണ്ഡാരങ്ങൾ പ്രയോജനം ചെയ്യുകയില്ല. നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നീതിമാൻ്റെ ആത്മാവ് വിശക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല. അവരുടെ ആർത്തി അവിടുന്ന് നിരാകരിക്കും. അലസതയുടെ കൈപ്പത്തി ദാരിദ്ര്യമുളവാക്കുന്നു. സ്ഥിരോത്സാഹികളുടെ കൈ സമ്പത്തുളവാക്കുന്നു.